ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി പറയിപ്പിക്കും. അല്ലെങ്കിൽ എന്റെ പേര് ദീപക് എന്നല്ല. നീ പേര് മാറ്റാൻ പോവാണോ? എന്റെ മുറിനെ ഇറങ്ങിപ്പോ. പോവാൻ ഇല്ലെങ്കിലേ രാജു നിന്റെ കൈ വിട്ടു പോവും. ആ വഴിയെ ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ആ വയ്ക്കട്ടെ. അമ്മയെ കൊണ്ട് അംബിക മാഡം പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും തലവേദനയാണല്ലോ. ഇതെന്തൊരു കഷ്ടം. ഒരാളിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഈ ഒരാള് എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ, അതിന് ഞാനെന്ത് വേണം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറയും മേഡം. രാജു, എന്താ എന്നോട് പറയാതെ പോയത്? മേഡം, എനിക്ക് പെട്ടെന്നൊരു പനി. പനിയോ? രാജു, ഉടനെ ഒരു ഡോക്ടറിനെ കാണണം, മെഡിസിനും കഴിക്കണം. ശരി മേഡം, ഞാൻ പോവാം. മേഡം, ഞാൻ ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ, പിന്നെ വിളിക്കാം. ആ ശരി രാജു. എന്താ രമ്യേ? സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? അവളെ കല്യാണം കഴിക്കാൻ പോവുക അല്ലേ? ആരെ? ആ ഋതികയെ. ഇതൊക്കെ ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചതിന് സത്യം മാത്രം പറഞ്ഞാ മതി. രാജു എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാ തരാണ്ടേ? എനിക്കിതിന് മറുപടി കിട്ടിയേ പറ്റൂ. രാജു അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു ആ വീട്ടിൽ നിന്ന് തന്നെയാ ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് സത്യമായിരിക്കുമല്ലോ. സ്പൈ വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, നടക്കട്ടെ. എന്താ ഇത് രമ്യ? വഴിന്ന് മാറിയിക്കേ. മാറില്ല. കല്യാണം കഴിക്കാന്ന് ഉറപ്പിച്ചോ? അതാ എനിക്ക് അറിയണ്ടേ. നിനക്ക് ഭ്രാന്ത. മാറവ. രമ്യേ, ഞാൻ എല്ലാം കേട്ടു. നീ ഇപ്പൊ വല്ലാത്തൊരു അപകടത്തില്. മണ്ണും ചാരി നിന്ന ഒരു മണ്ണുണ്ണിയെ ആ പെണ്ണു കൊണ്ടുപോവും. മന്ത്രിയുടെ മോളെ. എന്ത് ചെയ്യും മുണ്ടക്കലമ്മേ? ബാക്കി കൂടെ അങ്ങോട്ട് കേക്ക്. മന്ത്രിയുടെ മോളെ ആ രാജു കെട്ടിയ രാജുവിനെ പിന്നെ മഷിയിട്ട് നോക്കിയാ കാണത്തില്ല. രാജുവിനെ പിന്നെ അവരങ്ങ് കൊണ്ടുപോകും. അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നേ. രാജു അവരുടെ കൂടെ ആയാലേ ഈ വീട്ടിലുള്ളവർ ഇവിടെ തന്നെ കിടക്കും. ഒരു 10 രൂപയുടെ പ്രയോജനം ആർക്കും ഉണ്ടാവില്ല. മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് കിടക്കാനും ആർക്കും പറ്റില്ല. അത് ശരിയാ നീ പറഞ്ഞത്. പക്ഷെ ഞാൻ രാജുവിനെ കല്യാണം കഴിച്ച എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും കൂടെ ഉള്ളതാ. നിങ്ങൾക്കും അത് അനുഭവിക്കാം. അല്ല, നീ പറഞ്ഞു വരുന്നത്? എന്റെ കല്യാണം നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. വേലയത്താശാനായ വേലിപ്പുറത്ത് വേലായുധന്റെ ഭാര്യയായ ഈ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി നിന്റെ കല്യാണം നടത്തി തരാൻ കൂട്ടുനിന്നാൽ നീ എനിക്ക് എന്തോ തരും. എന്ത് തരണം? എന്ത് തരും? എന്തും ചോദിച്ചോ. തിരുമലക്കടുത്ത് നിങ്ങൾക്കൊരു വീടില്ലേ, രമ്യാഭവനം? അതെനിക്ക് തരുമോ? രാജുവായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തന്ന ഉറപ്പായിട്ടും മുണ്ടക്കിലമ്മയ്ക്ക് ഞാൻ ആ വീട് തരും.
സത്യം ചെയ്യ്. സത്യം. എങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തി തരും. നീ ധൈര്യമായിട്ടിരിക്കുക. കല്യാണം നടന്നു കഴിഞ്ഞ ആ ഫസ്റ്റ് നൈറ്റിന് തൊട്ടു മുൻപ് ഈ തള്ളരെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിരിക്കും. ആ, പിന്നെ രമ്യ ഹൗസ് വേണത്ര. രാജു എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന? സത്യത്തില് രാജു എന്നോട് ഇഷ്ടമില്ലേ? വീണ്ടും ഒരു അവസരം വന്നിട്ടും രാജു എന്നെ അവോയ്ഡ് ചെയ്തല്ലോ. നീ എന്താടി സ്വപ്നം കാണുവാണോ? സ്വപ്നോ? ആ, അവനെ സ്വപ്നം കാണുവാണെന്നാ ചോദിച്ചേ. ദീപകിന് എന്ത് പറ്റി? എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടോ? മതിയടി കോളിയാക്കിയത്. നിന്റെ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല. ആ രാജു നീയായിട്ടുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. നീ ഇനി എത്ര ആഗ്രഹിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനിവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല. അല്ല, നീ ആരാ? കല്യാണം നടത്തി കൊടുക്കുന്ന ശാന്തിക്കാരൻ തിരുമേനിയോ? ഡീ, ഒന്ന് പോടാ അവിടുന്ന്. നീ പോയി നിന്റെ ദിവ്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്ക്. ആ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്ക്. ഒരച്ഛന്റെ കടമ ചെയ്യ്. എന്നോട് നീ കാണിക്കുന്ന ധിക്കാരത്തിന് നിന്നെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി പറയിപ്പിക്കും. അല്ലെങ്കിൽ എന്റെ പേര് ദീപക് എന്നല്ല. നീ പേര് മാറ്റാൻ പോവാണോ? എന്റെ മുറിനെ ഇറങ്ങിപ്പോ. പോവാൻ. പോ. യൂസ്ലെസ്. ഋതികാമ്മടുത്ത് ഞാൻ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും പറയുന്ന. ഞാൻ മാഡത്തെ വിവാഹം കഴിച്ച വർമ്മ സാർ എന്റെ ഫാദർ ഇൻ ലോ ആവും. അപ്പോ വർമ്മ സാറിന് എന്നോട് ദേഷ്യം തോന്നും. എനിക്ക് ഋതിക മാഡം എന്റെ എല്ലാമല്ല. കാണാതിരിക്കാനും പറ്റില്ല.